ഗുരവേ നമഃ. ധ്യാനാവസ്ഥ കിട്ടുമ്പോൾ മസ്തിഷ്കത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറ എന്താണ്? ഇത് മനസ്സിലാക്കിയാൽ അമാസന ധ്യാനത്തിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങളും അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൃഷ്ടിക്കുന്ന മാറ്റവും ഇത് എല്ലാ മനുഷ്യരും ചെയ്തിരിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവും ഉണ്ടാകും. നമ്മുടെ മസ്തിഷ്കം മാറ്റത്തിന് വിധേയമാണ്. വേദന, സംഘർഷം, വൈകാരിക സമ്മർദ്ദം എന്നീ അവസ്ഥകളിൽ നിന്ന് മാറ്റം സംഭവിച്ച് ശാന്തി, സമാധാനം, ലക്ഷ്യബോധം എന്നീ അവസ്ഥകളിലേക്കുള്ള മാറ്റം സാധ്യമാണ്. ഈ മാറ്റമാണ് സംപൂജ്യ ഗുരുജി ബോധിസത്വൻ മാധവാചാര്യൻ്റെ ശിക്ഷണത്തിൽ ധ്യാനം ചെയ്യുന്നവർക്ക് വളരെ വേഗം സംഭവിച്ചു വരുന്നത്. ഈ മാറ്റത്തെക്കുറിച്ച് പഠിച്ചു വരുന്ന ശാസ്ത്രജ്ഞർ അത് അംഗീകരിക്കുന്നു. അത് ശരിയാണ് എന്ന് പറയുന്നു. ആത്മാവിൻ്റെ തലത്തിൽ നടക്കുന്ന ഈ മാറ്റത്തെ ഊർജതലത്തിൽ അളക്കാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഇന്നും ശാസ്ത്രലോകത്തിന് സാധ്യമായിട്ടില്ല. എന്നാൽ ഈ മാറ്റത്തിൻ്റെ സ്ഥൂല ശരീരത്തിലുള്ള പ്രതിഫലനവും മാറ്റവും അളക്കാൻ സാധ്യമാണ്. അതിൽ മസ്തിഷ്കത്തിൻ്റെ ഘടനയിലും പ്രവർത്തനത്തിലും ഉണ്ടായ മാറ്റത്തെ അളക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ കണ്ടെത്തിയത് ശരിയായ ധ്യാന അവസ്ഥ കിട്ടുന്നവരിൽ മസ്തിഷ്കത്തിൻ്റെ ഘടനയിലും പ്രവർത്തനത്തിലും മാറ്റം സംഭവിക്കുന്നു. പൂർണ്ണനായ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ അമാസനാധ്യാനം ചെയ്ത് ആത്മശാക്തീകരണം സംഭവിച്ചവർക്ക് ഇത് പ്രത്യക്ഷ അനുഭവമാണ്. മസ്തിഷ്കത്തിലെ ഈ പ്രതിഭാസത്തിന് ശാസ്ത്രലോകം നൽകിയ പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും ഘടനയിൽ മാറ്റം വരുത്താനും സ്വയം തിരിച്ചറിയാനുമുള്ള മസ്തിഷ്കത്തിൻ്റെ കഴിവിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആവർത്തിച്ചുണ്ടാകുന്ന ചിന്തകൾ, വികാരങ്ങൾ, നമ്മൾ കടന്നുപോകുന്ന അനുഭവങ്ങൾ ഇവയെല്ലാം നമ്മുടെ മസ്തിഷ്കത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ജനനത്തോടുകൂടി മാത്രം നിർണയിക്കപ്പെടുന്നതല്ല നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അവസ്ഥ. അതിനെ ശ്രദ്ധയിലൂടെയും നല്ല ശീലങ്ങളിലൂടെയും അവബോധത്തിലൂടെയും പുരോഗതിയിലെത്തിക്കാൻ നമുക്ക് സാധിക്കും. ഓരോ പ്രാവശ്യവും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, നിരന്തര പരിശീലനത്തിലൂടെ പുതിയൊരു കഴിവ് ആർജിക്കുമ്പോൾ, വിശ്വാസങ്ങളിൽ മാറ്റം സംഭവിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ കോശങ്ങളായ ന്യൂറോണുകൾ തമ്മിൽ പുതിയ പാതകൾ രൂപപ്പെടുന്നു. ഇതിനെ ന്യൂറൽ പാത്വേസ് എന്നാണ് പറയുക. ഇവയുടെ ആവർത്തനം ഈ പാതകളെ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ നിരന്തര പരിശീലനമില്ലെങ്കിൽ ഈ പാത ദുർബലപ്പെടുന്നു. അധമ വികാര വിചാരങ്ങളായ ഭയം, വിദ്വേഷം തുടങ്ങിയവ വേദനകൾ സൃഷ്ടിക്കുന്ന പാതകളെ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ ഗുണകരമായ അനുഭവങ്ങൾ, അതായത് ധ്യാനം, ഈശ്വരീയ സ്നേഹം എന്നിവ മസ്തിഷ്കത്തിൽ മാറ്റങ്ങൾ വരുത്തി നമ്മളിൽ ശാന്തി, ആനന്ദം, വ്യക്തത എന്നീ അവസ്ഥകൾ ഉളവാക്കുന്നു. അമാസനാധ്യാനം, അറൈക്കി അഡ്വാൻസ്ഡ് ഹീലിംഗ് മെഡിറ്റേഷൻ, നിർവാണ യോഗയിലെ മറ്റു സാധനാ മാർഗങ്ങൾ, ക്രിയകൾ ഇവ നമ്മുടെ മസ്തിഷ്കത്തെ റീവയർ ചെയ്യാൻ സഹായിക്കും. പഠനങ്ങൾ തെളിയിക്കുന്നത് നിത്യസാധനയിലൂടെ മസ്തിഷ്കത്തിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുന്നു. ശ്രദ്ധ, അനുകമ്പ എന്നീ അവസ്ഥകളുടെ സ്ഥൂല ശരീരത്തിൻ്റെ കേന്ദ്രമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. അതുപോലെ തന്നെ നിത്യസാധന ചെയ്യുന്നവരിൽ മസ്തിഷ്കത്തിൻ്റെ അമിഗ്ഡല എന്ന ഭാഗത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഭയം,
അനാവശ്യ പ്രതികരണങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നു. അതായത് നമുക്ക് ശാന്തിയും സമാധാനവുമുള്ള ജീവിതമുണ്ടാകാനുള്ള മാറ്റം ധ്യാനം നിത്യസാധനയായി ചെയ്യുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്നു. ഇതുകൊണ്ടാണ് യോഗികളിലും ബോധോദയം സംഭവിച്ചവരിലും ശാന്തിയുടെയും സമതയുടെയും അവസ്ഥകൾ ദർശിക്കാൻ സാധിക്കുന്നത്. ഇത് മാന്ത്രികതയല്ല, ഇത് ആത്മാവിലും തുടർന്ന് മസ്തിഷ്കത്തിലും സംഭവിച്ച മാറ്റത്തിൻ്റെ ഫലമാണ്. ഗുരുജി പറയാറുണ്ട്, എല്ലാം ഇരിക്കുന്നത് അവനവനിലാണ്. മാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് സ്വയമാണ്. അങ്ങനെ പരിശ്രമിക്കുന്നവർക്കാണ് പൂർണ്ണനായ ഗുരു വഴികാട്ടിയും വഴി നടത്തിപ്പുകാരനുമായി മാറുന്നത്. ബോധപൂർവമായ ഓരോ പരിശ്രമവും ഓരോ ശ്വാസവും അനുനിമിഷത്തെ നിശ്ചലത പോലും നമ്മുടെ മസ്തിഷ്കത്തിന് കൊടുക്കുന്ന സന്ദേശമാണ്. മാറ്റം സാധ്യമാണ്. നമ്മുടെ മസ്തിഷ്കം അത് കേൾക്കുന്നു. ജീവിതത്തിൽ അത് മാറ്റമുണ്ടാക്കും. ഇത് ഗുരുമാർഗമാണ്. ശാസ്ത്രീയമായ ആത്മപരിവർത്തനത്തിൻ്റെ പാതയാണ്. പുതിയ ഉണർവിലേക്കുള്ള ഒരു നല്ല മനുഷ്യനാകാനും അവിടെ നിന്ന് ജ്ഞാനിയാകാനുമുള്ള മാർഗമാണ്. വേദനയിൽ നിന്ന് ശാന്തിയിലേക്കും സംശയത്തിൽ നിന്ന് വ്യക്തതയിലേക്കും സംഘർഷത്തിൽ നിന്ന് സമാധാനത്തിലേക്കും മാറാൻ താൽപ്പര്യമുള്ളവർ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 6 മണി വരെ നടത്തിവരുന്ന അമാസന ധ്യാനത്തിൽ പങ്കെടുക്കുക. ഈ സമയം അസൗകര്യമുള്ളവർക്ക് ഇതേ വീഡിയോ മറ്റു സമയങ്ങളിൽ ധ്യാനം ചെയ്യാൻ ലഭ്യമാണ്. ഒരു ദിവസം 2-3 തവണ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ പങ്കുവച്ച അറിവ് നമ്മുടെ സമൂഹത്തിന് ഏറെ പ്രയോജനകരമാണ്. അതുകൊണ്ട് ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ.